തിരുവനന്തപുരത്ത് നിന്ന് BJP-യിലേക്ക് വരാൻ സാധ്യതയുള്ള ആ കോൺഗ്രസ് പ്രമുഖനാരാണ്? ഞാൻ ഇന്നലെ ഒരു BJP നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവായിരിക്കും BJP-ക്കൊപ്പം ചേരുക എന്നാണ്. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാണോ അല്ലമേ? അരുൺകുമാർ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മുൻ മന്ത്രിയും 2 MLA-മാരും പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുമ്പോൾ അതിനോടനുബന്ധിച്ച് പാർട്ടിയിൽ ചേരുമെന്നുള്ളതായിരുന്നു. അത് ആരാണ് എന്ന് പക്ഷേ ഇതുവരെയും വെളിപ്പെടുത്താൻ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല. പക്ഷേ അതിന് പിന്നാലെ ഇന്നലെ BJP തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അതായത് ഇന്നിപ്പോൾ NDAയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആസ്ഥാനം ഉദ്ഘാടനം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള ചില കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇന്ന് പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് BJP മെമ്പർഷിപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അത് വ്യക്തമായി പറയാൻ അത് സർപ്രൈസാണ്, സസ്പെൻസാണ് എന്നുള്ളതാണ് BJP ക്യാമ്പ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പുമായി സംസാരിക്കുമ്പോൾ വക്ക് പൊട്ടിയതും തുരുമ്പെടുത്തതുമായ ചില ആൾക്കാർ പോയേക്കാം എന്നതിനപ്പുറത്തേക്ക് മുതിർന്ന ആരും, അത് മന്ത്രിമാരോ MLA-മാരോ ഒന്നും പോകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ സാധാരണ കോൺഗ്രസിനോടൊപ്പം അത്രമേൽ ഇന്നലെ വരെയും KPCC ആസ്ഥാനത്ത് കറങ്ങി നടന്ന ആൾക്കാരൊക്കെ ഇന്ന് BJP-യിലേക്ക് പോകുന്നൊരു പതിവുള്ളതുകൊണ്ട് നേതൃത്വത്തിനും അത് പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷേ ആരൊക്കെയാണ് എന്നുള്ള സംബന്ധിച്ച കൃത്യമായ സൂചനകളൊന്നും ഇതുവരെയും പുറത്തിൽ വന്നിട്ടില്ല. ലഭിക്കുന്ന ഒരു വിവരം വട്ടിയൂർക്കാവ് മേഖലയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ചില മുൻ ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ നേരത്തെ തന്നെ പാർട്ടി വിട്ടിരുന്നു. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായും പാർട്ടി വിട്ടിരുന്നു. ചില അച്ചടക്ക നടപടികളുടെ ഭാഗമായി ചിലരെ പാർട്ടി നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരം ചില ആളുകൾ ഇന്ന് BJP-യിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതോടൊപ്പം പറഞ്ഞു നിൽക്കുന്നൊരു ഒരു സൂചന ഇന്നിപ്പോൾ ഉള്ള അതും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. പത്മിനി തോമസ് ഒരു പക്ഷേ ഇന്ന് BJP-യുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചേക്കുമെന്നുള്ള ഒരു സൂചന വരുന്നുണ്ട്. മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയുമായും K. കരുണാകരനുമായും ഒക്കെ അത്രമേൽ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. കോൺഗ്രസിൻ്റെ കായിക വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ പത്മിനി തോമസ് ഇന്ന് BJP-യിലേക്ക് പോയേക്കും എന്നൊരു കഥ കേൾക്കുന്നുണ്ട്. രാവിലെ മുതൽ അവരെ വിളിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. മറ്റു ചില പേരുകളും അങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതിൽ ഒരു പേര് രാത്രി നിൽക്കുന്നവരോ BJP-യിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വക്കുപൊട്ടിയതും തുരുമ്പിച്ചതുമായ കുറച്ച് മനുഷ്യർ BJP-യിലോട്ട് പോകും. അതിനാണോ ഇത്ര വലിയ ബിൽഡപ്പ് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ സസ്പെൻസ് പറഞ്ഞത് K. സുരേന്ദ്രനാണ്. വെറുതെ പറയാനുള്ള സാധ്യതയില്ല. ആലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടാവും. ആരാണ് പോകുന്നത് എന്ന സസ്പെൻസിന് 24 മണിക്കൂർ കൂടിയുണ്ട്. നാളെയാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്താൻ പോകുന്നത്. ചേച്ചി നമസ്കാരം.